ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. യഹ്യ ബിൻ ഉർവ ബിൻ സുബൈർ ബിൻ അൽ-അവ്വാം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസാണ് ഇന്നലെ നമ്മൾ തുടങ്ങിയത്. ആ ഹദീസ് തീർന്നു. അതിൻ്റെ ശേഷമുള്ള കവിതയാണ്. ഹദീസിന്റെ ബാക്കിയാണ് ആ കവിത. ബൈഹഖി തങ്ങൾ യഹ്യ തങ്ങളെ തൊട്ട് ഉയർന്ന പണ്ഡിതനും വലിയ ആലിമും വിശ്വസ്തനുമായ റിപ്പോർട്ടകനാണ് യഹ്യ തങ്ങൾ. ബുഖാരിയിലും മുസ്ലിമിലും അബൂദാവൂദിലൊക്കെ അവരെ ഹദീസ് റിപ്പോർട്ടുണ്ട്. അവരുടെ ഉപ്പയാണ് ഉർവ തങ്ങൾ. ഉർവ തങ്ങളും അതുപോലെ തന്നെ വലിയ മഹാനാണ്. ബുഖാരിയിലും മുസ്ലിമിലൊക്കെ എത്രയോ പ്രാവശ്യം റിപ്പോർട്ടിൽ വന്ന ആളാണ്. വലിയ സൂഫി വര്യനും വലിയ മഹാനും ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ കാലത്ത് ജന്മം കൊണ്ട വലിയ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠത്തിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ മകനാണ് ഉർവ. അബ്ദുല്ലാഹിബ്നു സുബൈറും മറ്റൊരു മകനാണ്. അവർ രണ്ടാളുടെയും ഉമ്മയാണ് അസ്മാ ബീവി. ആ അസ്മാ ബീവിന്റെ ഭർത്താവാണ് സുബൈർ ബിൻ അവ്വാം. സുബൈർ എന്ന് പറയുന്നത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളിൽ ഒരാളാണ്. ആ ഉപ്പയെ തൊട്ടാണ് റിപ്പോർട്ടുള്ളത്. അവ്വാം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണ്. സുബൈർ ബിൻ അവ്വാമിന്റെ മകൻ ഉർവ തങ്ങൾ വലിയ സൂഫി എന്ന് പറഞ്ഞാൽ എന്താ പറയാ, എല്ലാ ദിവസവും നോമ്പും ഇബാദത്തുമായി കഴിഞ്ഞുകൂടിയിരുന്ന ആളാണ്. കാല് ക്യാൻസർ വന്ന് മുറിക്കുമ്പോൾ അന്നത്തെ സംവിധാനം ഇന്നത്തെ സംവിധാനം അല്ലല്ലോ. അന്ന് മുറിക്കണത് അങ്ങാണ്ട് അറിയും. ധരിപ്പിക്കാനൊന്നും ഉള്ള സംവിധാനം ഇല്ലാത്ത കാലം. കാല് ക്യാൻസർ വന്ന് പഴുത്ത് മുറിക്കാൻ വേണ്ടി വന്നപ്പോ എന്താ ചെയ്യാ, വേദന അറിയാതിരിക്കാൻ എന്താ ചെയ്യാം, ഞാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം, ആ ടൈമിൽ നിങ്ങൾ മുറിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി നിയത്ത് ചെയ്ത് തഹറൂം ചെയ്ത ഉടനെ ആണ് മുറിച്ചത്. ആ ചരിത്രത്തിൽ കാണാം, ഷദറാത്തു ദഹബിലൊക്കെ കാണാം, മറ്റു കിതാബിലും കാണാം. ഫമാ തഹറക, ഒരു അനക്കം പോലും ഉണ്ടായില്ല. അടുത്ത് നിൽക്കുന്ന അബ്ദുൽ മലിക് ബിൻ മർവാൻ പറയുന്നു, ഞാൻ കാല് മുറിച്ചു എന്ന വിവരം, അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു എന്നത് അറിയുന്നത് ചൂടുവെക്കലാണ്. കാല് മുറിച്ചിട്ട് പിന്നെ ചൂട് വെച്ച് കരിക്കലാണ്. ആ ചൂട് വെക്കുമ്പോൾ മാംസം വാസനിച്ചപ്പോഴാണ് മുറിച്ചു എന്ന് വിവരം തന്നെ ഞാൻ അറിയുന്നത്. അത്രത്തോളം മുറിക്കപ്പെട്ട ബഹുമാനപ്പെട്ടവര് അതിലേക്ക് മനസ്സ് പോയില്ല. നിസ്കാരത്തിൽ ആകൃഷ്ടനായി അള്ളാഹു ലയിച്ച ആളാണ്. അങ്ങനെ അള്ളാഹു ലയിച്ച മഹാൻ, അവരെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ. സഹിയായ സനദാണെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആ റിപ്പോർട്ടിന്റെ ഒരു ഭാഗമാണ് ഇനിയുള്ളത്. ഒരു റിപ്പോർട്ട് പൂർത്തിയാകുന്ന മുമ്പ് പൂർത്തിയായിട്ടില്ല. ആ റിപ്പോർട്ടിന്റെ ഭാഗമാണ് ഉസ്മാൻ ബിൻ വൈരിസി. അവരുടെ മുന്നിലുള്ള ഉസ്മാൻ ബിൻ വൈരിസി എന്ന് പറയുന്ന മനുഷ്യൻ ഈ ബിംബത്തെ തലകീഴായി പലപ്പോഴായി വീണപ്പോഴും നന്നാക്കിയപ്പോ ദുഃഖത്തോടുകൂടെ ആ ബിംബത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് പാടിയ പാട്ടാണ് ഇനിയുള്ളത്. ഇതില് ഈ പാട്ട് പാടുമ്പോൾ മങ്കൂസ് മൗലിദിന്റെയും ഷറഫുൽ അനാം മൗലിദിന്റെയും മറ്റ് മൗലിദുകളുടെയും സ്വഭാവം അനുസരിച്ച് മൗലിദിന്റെ മുസന്നിഫ് പാടുന്ന പാട്ട്, അങ്ങനത്തെ പാട്ടുകൾക്ക് ജവാബ് കൊടുത്തും അല്ലാത്ത പാട്ടുകൾക്ക് ജവാബ് കൊടുക്കാതെയുമാണ് രചനയുടെ സ്വഭാവമുള്ളത്. നിങ്ങൾ ഇങ്കുന്ത അന്തഹുലീത്ത യൗമൻ അതിനൊരു ജവാബ് കാണുകയില്ല.
അതിന് അസലൽ ഖസ്വൽ മുറാദു അതുപോലെ കുറേ ബെയ്ത്തുകൾക്ക് ഷറഫുൽ അനാമിൽ അങ്ങനെ തന്നെ കുറേ ബെയ്ത്തുകൾക്ക് ജവാബ് കാണുകയില്ല. ജവാബ് ചെല്ലാൻ പറ്റുമോ ഇല്ലേ അതൊരു മസലയാണ്. ചെല്ലാൻ പറ്റും. അതിഞ്ഞി ജവാബല്ലാതെ തന്നെ സ്വലാത്ത് തസ്ലീം അങ്ങനെ ചൊല്ലിക്കാണ്ടിരിക്കണം നല്ലതാണ്. ഒരു ബെയ്ത്ത് അല്ലാതെ തന്നെ ചെല്ലാം. ഈ ബെയ്ത്തിന് ജവാബായിട്ടും ചെല്ലാം. അതിന് യാതൊരു തകരാറുമില്ല. ജവാബ് ചെല്ലാൻ അനുവദനീയമാണോ അല്ലേ? അനുവദനീയമാണ്. പക്ഷെ കിതാബിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാൻ പറ്റുമോ? ഇവിടെയാണ് നമ്മളെ ചർച്ച. മങ്കൂസ് മൗലിദ് എന്ന് പറയുന്നത് ഒരു വലിയ മഹാപണ്ഡിതൻ എഴുതിയ കിതാബാണ്. ഇനി മഹാപണ്ഡിതനല്ലാത്ത ആളെ എഴുതിയ കിതാബിലും ഒന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇപ്പൊ തൊഫയില് 100 കണക്കിന് സ്ഥലത്തുണ്ട് ഷാഫിഈ എന്ന്. അവിടെ നിന്ന് റഹിമഹുല്ലാഹ് റളിയല്ലാഹു അൻഹു കാണാൻ കഴിയില്ല. അവിടെ നിന്ന് റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹ് തൊഫയിൽ ചേർത്ത് കൊടുക്കാൻ പാടില്ല. അതൊരു മുസന്നിഫിന്റെ കയ്യില് കിതാബിൽ കൈകടത്തലാണ്. അല്ലെങ്കിൽ നബിന്റെ പേരുള്ളടത്തൊക്കെ സ്വലാത്തില്ല, ചിലയിടത്ത് മാത്രമേ സ്വലാത്ത് കാണുകയുള്ളൂ. അതൊക്കെ അവിടൊക്കെ നമ്മളൊരു സ്വലാത്ത് ചേർത്ത് കൊടുക്കുക. അള്ളാന്റെ പേര് 100 കണക്കിന് വട്ടം തുഹഫയിൽ കാണും. അവിടൊക്കെ നമ്മൾ സുബ്ഹാനഹു വ തആല അസ്സ വ ജല്ല എന്ന് ചൊല്ലാം. പക്ഷെ കിതാബിൽ നമ്മൾ എഴുതി കൊടുക്കാൻ പാടില്ല. അത് ഹറാമാണ്. മറ്റൊരാളുടെ കിതാബിൽ സ്വലാത്ത് ആവട്ടെ സലാം ആവട്ടെ മറ്റൊരാളുടെ കിതാബിൽ ചേർത്ത് കൊടുക്കൽ ഹറാമാണ്. അത് സിയാദത്താണ്. ഇന്നിപ്പോ അതിന് യാതൊരു വിഷമവും ഇല്ല. ബദർ മൗലിദില് ഓരോ പേരിന്റെയും മുമ്പ് സയ്യിദിന ചേർത്ത് കരുതി കൂട്ടി ചെയ്ത പണികൾ. സയ്യിദിന ചേർത്ത് ചൊല്ലിയാൽ മതിയല്ലോ. ഒരാളുടെ രചന അബ്ദുൽ അസീസുൽ പൊന്നാനി തങ്ങളുടെ രചനയായ മൗലിദുൽ ബദരിയ, ഈ ബദരിയത്ത് സൂറയായാലും കുബറയായാലും രണ്ടിലും സയ്യിദിനയും രചനയിലില്ല, റളിയല്ലാഹു അൻഹും രചനയിലില്ല. ഇത് രണ്ടും ചേർത്ത് 313 സിയാദത്തുകൾ ഹറാമുകൾ 313 സയ്യിദ് കുടുംബം 626 അല്ലേ? സിയാദത്തയിൽ കൂടി പോയി. അപ്പൊ 626 ആറാമും വരും. വേറെ കടൊന്നുമില്ല. ചേർത്ത് കൊടുക്കല് ചെല്ലലല്ലോ കേട്ടോ, നോക്കി ചെല്ലലല്ല, ചേർത്ത് കൊടുത്ത ആളുടെ ഞാൻ പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ അള്ളാഹ് പേരിലോടത്തൊക്കെ സുബ്ഹാനഹു വ തആല ചേർത്ത് കൊടുത്തു. എങ്ങനെ ഉണ്ടാവും? ബാങ്ക് കൊടുക്കുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? ബാങ്ക് കൊടുക്കുമ്പോ ഇതെങ്ങനെ? ഇതൊക്കെ എവിടുന്ന് പഠിച്ചതാണെന്ന് എന്നെ പിടുത്തം കിട്ടണില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയൊക്കെയാണ് തഅലീമാക്കൽ. ഉള്ളതിനെയല്ല ചേർക്ക. എന്താ എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലാവണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ചെയ്യണോ എനിക്ക് മനസ്സിലായാൽ മതി. ഈ മൗലിദ് കിടന്നിട്ട് മൗലിദിൽ എല്ലാം ചേർത്ത് അവസാനം റളിയല്ലാഹു അൻഹു വേഷമുണ്ട്, റളിയല്ലാഹു അൻഹും ഉണ്ട്. അവിടെ മുസീബത്തേക്ക് ഇനി ആവശ്യമില്ലല്ലോ. ഓരോരുത്തർക്കും റളിയല്ലാഹു അൻഹു 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 എന്ന് പറഞ്ഞാണ്. പിന്നെ ഇനി അവസാനം റളിയല്ലാഹു അൻഹും അവിടെ ചാൻസ് വരുന്നില്ല. അപ്പൊ അതാണ്ട് ഒഴിവാക്കാം. പിന്നെ അതേപോലെ തന്നെ സ്വലാത്തും തസ്ലീം ട്യൂണ് ആണ് ഇത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ മുകളിൽ എഴുതുക. അതിന്റെ ജവാബ് എഴുതുക. മുന്നിലും പിന്നിലും ചുവപ്പ് എഴുത്തില് പങ്ക ചൊറുക്കില് വേറെ എഴുതുക. പിന്നെ നിൽക്കുന്ന സ്ഥലം ഇരിക്കുന്ന സ്ഥലം കിടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട് വേറെ എഴുതുക. ഇതൊക്കെ മൗലിദിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കൊരു മൗലിദ് എഴുതാം. കിടക്കുക നിൽക്കുക കുത്തനെ നിൽക്കുക അതിന് കുത്തനെ നിൽക്കുന്ന സ്ഥലം അങ്ങനെ എഴുതാണ്ട് ഒരു മൗലിദ് എഴുതാം. ഇത് തകരാറില്ല. നിൽക്കാൻ ആളെ കിട്ടുമെന്നുള്ള വേറെ വിഷയമാണ്. ഇത് എന്താണ് ഈ ചെയ്യുന്നത്? മഹാന്മാരുടെ കിതാബുകളും രചനകളും കടുങ്കയാണ് ഈ ചെയ്യുന്നത്. ഇത് ഇമാം ബാജൂരിയും യാനത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു തെറ്റായാൽ തന്നെ ആ തെറ്റ് തിരുത്താൻ വരെ അവകാശമില്ല എന്നാണ്. തെറ്റ് തിരുത്താൻ അവകാശമില്ല. മറിച്ച് എന്ത് ചെയ്യണം? തെറ്റ് കണ്ടാൽ ആ തെറ്റ് തിരുത്തിയാൽ കിതാബിന് കേടുപറ്റുകയില്ല എന്ന് ഇല്ലെങ്കിലും രണ്ടാമത്തത് ആ കിതാബിൽ എഴുതുന്ന എഴുത്ത് നല്ല എഴുത്താവും എന്ന സന്ദർഭത്തിലും നല്ല കോപ്പി കിട്ടിയ വിശ്വാസമുള്ള സന്ദർഭത്തിലുമാണ് തെറ്റ് തിരുത്താൻ അവകാശമുള്ളത്. എന്നാൽ തന്നെ തെറ്റ് തിരുത്തുമ്പോൾ വക്കിൽ എഴുതി കൊടുക്കുകയാണ് വേണ്ടതെന്ന് ബാജൂരി ഇമാം പറയുന്നു. യാനത്തിന്റെ അവസാനം ഫത്തുൽമീന്റെ ലാസ്റ്റിൽ ഇനി തെറ്റ് കണ്ടാൽ തിരുത്തണം എന്ന സ്ഥലത്ത് ഇത് റിപ്പോർട്ട് ചെയ്തതായിട്ടും കാണാം. അല്ലാതെ ചെയ്യാൻ പാടില്ല. മറ്റത് ആരെങ്കിലും കൂട്ടിക്കൊടുത്തത് അങ്ങനെ കൂട്ടിക്കൊടുത്ത് അവസാനം ഒന്നായിട്ട് വലുതായി വരൂലേ കിതാബ്. എന്നിട്ട് ഇതൊരു ഇമാമിൻ്റെതാണെന്ന് പറയാൻ പറ്റുമോ?
മറ്റേതിപ്പോ നമുക്കിപ്പോ ഒരു ബുഖാരിയിൽ ഒരു ഹദീസ് കണ്ടാല് അതിൽ സ്വലാത്തും കണ്ടാല് അപ്പൊ റസൂലുള്ളാഹിന്റെ മേല് ജിബ്രീലിന്റെ പേരും അതിന്റെ ഉടനെ സ്വലാത്തും ഉണ്ട് ബുഖാരിയില്. ഈ സ്വലാത്ത് എഴുതിയാൻ കൂട്ടിക്കൊടുത്താൽ എന്താ തെളിവ്? അതിനങ്ങനെ കൂട്ടിക്കൊടുക്കൂല. അതുകൊണ്ട് തന്നെ ജിബ്രീലിന് സ്വലാത്ത് ചെല്ലാം എന്ന് നമുക്ക് ഇന്ന് പഠിക്കാൻ കഴിയാണ്. അങ്ങനെ പഠിക്കാൻ കഴിയണമെങ്കിൽ സ്വലാത്തും സലാമൊക്കെ ഈ കൂട്ടിക്കൊടുത്തതാണെങ്കിൽ പിന്നെ എന്ത് പഠിക്കാനാ കഴിയാ? എഴുതുന്നവര് കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ അവനവനൊരു കിതാബ് എഴുതുകയാണെങ്കിൽ സ്വലാത്തും സലാമൊക്കെ കൂട്ടാം. ആ കൂട്ടലാണ് നല്ലതെന്നും അതാണ് സുന്നത്തെന്നും നബവി തങ്ങൾ ശറഹ് മുസ്ലിമിൽ പറഞ്ഞത് കണ്ടുപെട്ടതാണെന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. ശറഹ് മുസ്ലിമിന്റെ മുഖവരയിലേ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു കിതാബ് എഴുതിയെടുക്കുകയാണെങ്കിൽ ഒരു കിതാബിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനഹു വ തആല അസ്സ വ ജല്ല അല്ലാഹുവിന്റെ പേരിലും മുത്തനബിന്റെ പേരിലും മഹാന്മാരുടെ പേരിലും സ്വഹാബത്തിന്റെ പേരിലൊക്കെ തെർളിയത്ത് എഴുതൽ സുന്നത്താണ്. അത് നമ്മളതായ ഒരു റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ആ വാക്ക് കണ്ട് തെറ്റിപ്പോയതായിരിക്കണം ഇവർക്ക് പറ്റിയ കേട് എന്നല്ലാതെ ചെയ്തവർ കഴിവില്ലാത്തവരല്ല, അശ്രദ്ധരായി ചെയ്തു പോയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഒരു കിതാബ് ഇറങ്ങുകയാണെങ്കിൽ ഹെഡിങ് പുതിയതായി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും. ഹെഡിങ് കിതാബിൽ ഉണ്ടാവില്ല. പത്തുൽ മീൻ ഇപ്പൊ ഇറങ്ങുന്ന പത്തുൽ മീന് ചില പത്തുൽ മീനുകളിലൊക്കെ ഹെഡിങ് ചേർത്ത് കൊടുത്തതാ. ഹെഡിങ് ആശയക്കാരൻ ചേർക്കേണ്ടതാണ്, ആശയിൽ ചേർക്കേണ്ടതാണ്, ഷറയിൽ ചേർക്കേണ്ടതാണ്. മത്തിനിലും ഷറയിലും വേറൊരാളുടെ മത്തിനോ ഷറോ ആണെങ്കിൽ അതിൽ ചേർക്കാൻ പാടില്ല. ഹെഡിങ് പുതിയ ഹെഡിങ് മായുക്കറോ എന്താ ഓതേണ്ടത്, മാതായ ഫൽ എന്താ ചെയ്യേണ്ടത്, അത് എന്നിട്ട് ഒന്നൊരു ഹെഡിങ് ആയി കൊടുക്കണം. അതല്ല അങ്ങനെ അല്ലാതെ ഇപ്പോ ഭംഗിയില്ലാലോ. ഇത് ഭംഗിക്ക് വേണ്ടിയുള്ളതല്ല അയിമത്തിന്റെ കിതാബ്, അത് സത്യം പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അവർ ഹെഡിങ് കൊടുത്തെങ്കിൽ ആ ഹെഡിങ് കൊടുക്കാം, ഒരക്ഷരം കൂട്ടാൻ ഒരാൾക്ക് അവകാശമില്ല. ഇനി തെറ്റാണെന്ന് തോന്നിയാൽ അവിടെ ലഅല്ല സ്വവാബ കരിങ്കപ്പാറ ഉസ്താദിന്റെയും സൈദാലി ഉസ്താദിന്റെയും ഒട്ടുമുക്കാൽ ഉസ്താദുമാരുടെ ഫത്തുൽ മുഈനുകളുടെ എല്ലാം നോക്കിയാൽ കാണാം ലഅല്ല സ്വവാബ, ശരി ഇങ്ങനെ ആവാനാണ് സാധ്യത എന്നല്ലാതെ വെട്ടിത്തിരുത്തി കാണൂല. അങ്ങനെ എഴുതേണ്ടതെന്ന് ഇമാം ബാജൂരി പറയുന്നു. ലഅല്ല സ്വവാബ എന്നാണ് എഴുതേണ്ടത്, സ്വവാബ് ഇങ്ങനെ ആയിരിക്കണം. അത് സുല്ലമിന്റെ വിശദീകരണത്തിലും കാണാൻ കഴിയുന്നതാണ്. എന്ത് ചെയ്യാനാണ് തമ്പുരാന്. ഇപ്പൊ തസ്രീം മന്ദിക്കിൽ കാണാം അൽ മക്കത്തു മൗജൂദത്തുൻ എന്ന് മുതവാത്തിറിന് തെളിവായിട്ട് അൽ മക്കത്തു മൗജൂദത്തുൻ, അൽ മക്കത്തു എന്ന് പറയുകയില്ല. എന്നാൽ ഇന്നും തസ്രീം മന്ദിക്കിൽ കിടക്കുന്നത് അൽ മക്കത്തു എന്നാണ്. എന്നിട്ട് അവിടെ നമ്മൾ ഉസ്താദ്മാരെ എഴുതി കൊടുക്കും ലഅല്ല സ്വവാബ മക്കത്തു മൗജൂദത്തുൻ എന്നായിരിക്കും, ബില അല്ലില്ലാതെ ഇങ്ങനെ എഴുതി കൊടുക്കാന്നല്ലാതാണ്ട് അല്ലാണ്ട് വെട്ടാൻ പറ്റൂല. അതിന്റെ മുസന്നിഫിന്റെ ഒക്കെ അബദ്ധം പറ്റിയതാണെങ്കിൽ അബദ്ധമായി നിലനിൽക്കണം. അതുകൊണ്ട് ലോകത്തൊന്നും സംഭവിക്കാനുള്ള പ്രയോഗാബദ്ധം മാത്രമാണ്. മസലയിൽ ഒരു അപകടം വരൂല. ഉസ്താദ്മാർ ശിഷ്യന്മാർക്ക് ഓതി കൊടുക്കണ കിതാബുമാണ്, ഒന്നിലും അബദ്ധം വരൂല. സ്വന്തം അടുത്ത് വായിക്കുമ്പോഴേ ബുദ്ധിയില്ലാത്ത വായിക്കുമ്പോഴേ പ്രശ്നം വരുള്ളൂ, അവനക്ക് അവകാശമില്ലല്ലോ. അപ്പോ സ്വലാത്തു വ തസ്ലീമു വ അസ്കാ തഹിയ്യത്തി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയത്തി എന്ന സ്വലാത്ത് ഇവിടെ ഉണ്ടോ? ചൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ തർക്കമില്ല. അതല്ല നമ്മൾ മറുപടി പറയേണ്ടത്. എന്റെ കുട്ടിക്കാലം മുതലേ ഞാൻ ചൊല്ലി വരുന്നുണ്ട് നല്ല തെളിവ് പറയേണ്ടത്. രണ്ട് കാര്യം, ഒന്നാമത്തത് കുട്ടിക്കാലം മുതലേ ചെയ്തു പോകുന്നത് തെളിവല്ല. രണ്ടാമത്തത് ചെയ്തെങ്കിൽ തന്നെ അത് ഉണ്ടോ ഇല്ല എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയല്ല. കുട്ടിക്കാലം മുതൽ ചെയ്തത് നല്ല തെളിവ് പറയേണ്ടത്. പഴമക്കാലം മുതലേ ചെയ്തു പോയിരുന്ന ഒന്നാണെന്നാണ് പറയേണ്ടത്. പറയുകയാണെങ്കിൽ എന്നാൽ തന്നെ അത് നുസ്ഖയിലുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യന് അത് വേറെ നോക്കിയിട്ട് നല്ല പരിശോധിച്ചിട്ടേ പറയാൻ പാടുള്ളൂ. വൈലത്തൂർ ഉസ്താദ് അവിടെ എഴുതുകയാണ്, വഹാദൽ ജവാബു മൗജൂദും ഫി ജമീഇൻ നുസ്ഖില്ലത്തി റഅയ്നാഹ, ഞാൻ കണ്ട കോപ്പികളിലൊക്കെ ഇങ്ങനെ ഒരു ജവാബ് എഴുതി കാണുന്നുണ്ട്. വൽ ഖിയാസു തർക്കുഹു, മറ്റ് ഈ മൗലിദിന്റെ തത്വത്തിനോട് മറ്റു ബൈത്തുകളോട് താരതമ്യപ്പെടുത്തിയാൽ അതിനെ ഒഴിവാക്കലാണ് വേണ്ടത്. എന്താ പറഞ്ഞ്, മൗലിദിനൊരു തത്വമുണ്ട്. ഒരാളുടെ വാക്കുദ്ധരിക്കുകയാണെങ്കിൽ അതിന് സ്വലാത്തു വ തസ്ലീം കൊടുക്കുകയില്ല. സ്വന്തം പറയുകയാണെങ്കിൽ സ്വലാത്തു വ തസ്ലീം കൊടുക്കും. ഇവിടെ സ്വലാത്തു വ തസ്ലീം, ഇവിടെ ഉസ്മാൻ ഇബ്നു ഉവൈരിസി എന്ന് പറയുന്ന മനുഷ്യൻ ചൊല്ലിയ കവിതയാണ്. അയാളുടെ കവിതക്ക് ജവാബ് കൊടുക്കാതിരിക്കലാണ് മൗലിദിന്റെ തത്വത്തോട് യോജിപ്പ്. ആ തത്വം കൊള്ള നോക്കുമ്പോൾ സ്വലാത്തു വ തസ്ലീമും കൊടുക്കാതിരിക്കലാണ് യോജിപ്പ്. അല്ലാതെ സ്വലാത്ത്
സ്വലാത്തും ചെല്ലാതിരിക്കലാണ് വേണ്ടത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇതെടുത്തുകൊണ്ട് പലരും എന്തെല്ലാം ചെയ്തതിന് കണക്കും കഴിയില്ല. വൈലത്തൂർ ഉസ്താദ് ഈ അയാസ്വനമൽ ഇതിൽ എന്ന ബെയ്ത്ത് തന്നെ മൗലിദിൽ പെട്ടതല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരാളുടെ പ്രസംഗത്തിൽ ഞാൻ കേട്ടതാണ്. അയാസ്വനമൽ ഇത് എന്ന ബെയ്ത്ത് മൗലിദിൽ പെട്ടതല്ല എന്ന് വൈലത്തൂര് ബാവലിയര് പറഞ്ഞിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇത്തിഫാഖുൽ കുല്ലാണ് അത് മൗലിദിൽ പെട്ടതാണെന്നതിൽ. അത് ഉസ്താദും തന്നെ പറയുന്ന വാക്കെന്ന് മനസ്സിലാവും. നേരെ മറിച്ച് മൗലിദിന്റെ മുസന്നിഫിന്റെ വാക്കല്ല എന്നാണ് ഉസ്താദ് പറഞ്ഞതിന്റെ താല്പര്യം. ഇത് മനസ്സിലാക്കാൻ കിതാബ് നോക്കുന്നവർക്ക് പ്രയാസമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മൗലിദിന്റെ മുസന്നിഫിന്റെ പാട്ടല്ല, അതിൽ ഉസ്മാൻ ഉവൈസിന്റെ പാട്ടാണ് എന്നാണ് ഉസ്താദ് പറയുന്നത്. എന്നല്ലാതെ മൗലിദിൽ പെട്ടതല്ല എന്ന് ബാവുസിലേർ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അതിന് മറുപടി ബാവുലേർക്ക് അള്ളാഹു താല പുറത്തു കൊടുക്കട്ടെ. അല്ല, ബാവുലേർക്ക് അള്ളാഹു താല പുറത്തു കൊടുക്കട്ടെ, ഉസ്താദിന്റെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ, അത് വേറെ കാര്യം. പക്ഷേ ബാവുലേർക്ക് പൊറുക്കലിന് തേടേണ്ട തെറ്റൊന്നും ബാവുലേർ ചെയ്തിട്ടില്ല. ആ തെറ്റ് ചെയ്തിട്ടില്ല. ഏത് മൗലിദിൽ പെട്ടതല്ല എന്ന് പറയുന്ന ഭീകരമായ തെറ്റ് ഉസ്താദ് ചെയ്തു എന്നാണ് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് പറയുന്ന ആ പ്രയോഗം തോന്നിപ്പിക്കുന്നത്. അല്ലാതെ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ഉസ്താദിന് കിട്ടട്ടെ എന്നുള്ള അർത്ഥത്തിന് അല്ല. അത് ചെയ്തത് വലിയ അബദ്ധമായി പോയി. കുഞ്ഞു മക്കള് വലിയ മഹാന്മാരുടെ തലമുകളിൽ കയറി കൊത്തിവലിക്കുന്നത് ഇക്കാലത്തിന്റെ ഒരു സ്വഭാവമായതുപോലെ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ അതിനെയും കാണുന്നത്. എന്നിട്ട് ഞാനിതിന്റെ ഞാനിത് മങ്കൂസ് മൗലിദ് എൻ്റെ ഉസ്താദ് തിരുരങ്ങാടി ഹസൻ മുസ്ലിയാരുടെ കയ്യിൽ നിന്ന് ദർസായി ഓതിയതാണ്. തിരങ്ങാടി മൗലിയാർ എന്ന് പറഞ്ഞാൽ ചെറിയ ആളൊന്നുമല്ല, ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. ഇപ്പോൾ അവര് പറഞ്ഞു ഈ ജവാബ് ഇവിടെ യോജിച്ചതല്ല, മൗലിദിന്റെ മറ്റു ഭാഗങ്ങളോട് യോജിക്കുന്ന രൂപത്തിലല്ല ഈ ജവാബ് ഉള്ളത്, അതുകൊണ്ട് ജവാബ് യോജിച്ചതല്ല. തിരങ്ങാടി ഉസ്താദ് ദർസ് നടത്തുമ്പോ അതിന് ഞങ്ങൾക്ക് വെച്ച് നടത്തിയിരുന്ന കിതാബ് കുറ്റിപ്പുറം അബ്ദുള്ളാഹിർ പാപ്പാന്റെ കിതാബായിരുന്നു. കുറ്റിപ്പുറം അബ്ദുള്ളാഹിറല്ല മഹമൂലിയർ പാപ്പാന്റെ കിതാബായിരുന്നു. കുറ്റിപ്പുറം മഹമൂലിയർ പാപ്പ ശരിക്ക് ഷർഹ് എഴുതി നന്നാക്കിയ കിതാബാണ്. ആ കിതാബ് വെച്ചായിരുന്നു ഞങ്ങൾക്ക് മങ്കൂസ് മൗലിദ് ദർസ് നടത്തിയത്. കുറ്റിപ്പുറം മഹമൂലിയർ പാപ്പ എന്ന് പറയുന്നത് ചില്ലറക്കാരനൊന്നുമല്ല, കരിങ്കപ്പാറ ഉസ്താദിന്റെയും പ്രധാന ശിഷ്യനാണ്. ഫത്തുൽമീൻ കാണാപ്പാടം എന്ന് പറയാം, ആ രൂപത്തിൽ ഫത്തുൽമീൻ അറിയുന്ന പണ്ഡിതനാണ്. എന്നല്ല പന്മോൾ ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട്. പന്മോൾ ഉസ്താദ് തലക്കടത്തൂര് ദർസ് നടത്തുന്ന കാലത്ത് ഇടക്കിടക്ക് പോയിട്ട് ഫത്തുൽമീൻ തുടക്കം മുതൽ അവസാനം വരെ കുറ്റിപ്പുറത്തിൻ്റെയൊക്കെ ഒന്ന് തെഹ്ഖീഖാക്കിയതാണ് ഞാൻ, 5000 മുദരിസായ കുറ്റിപ്പുറത്തിൻ്റെയൊക്കെ തെഹ്ഖീഖാക്കിയതാണ് ഞാൻ എന്ന് പന്മോൾ ഉസ്താദ് പരസ്യമായി പ്രസംഗിക്കുന്നത് 2, 3, 4 വട്ടം ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് കുറ്റിപ്പുറം മഹമൂലിയർ. താഴക്കോട് കുഞ്ഞാലി മൗലിയരേക്കൊന്നും കരിങ്കപ്പാറ ഉസ്താദിന്റെയൊന്നും ഓതിയ വലിയ പണ്ഡിതനാണ് കുറ്റിപ്പുറം മഹമൂലിയർ. ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്, കൈപിടിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവര് ഷർഹ് എഴുതി നന്നാക്കിയ മൗലിദില് ഈ സ്വലാത്തു തസ്ലീം ഇല്ല എന്ന് മാത്രമല്ല, അവരവിടെ എഴുതുന്നു ഇവിടെ സ്വലാത്തു തസ്ലീം എന്ന വാക്ക് യോജിച്ചതല്ല, മൗലിദിന്റെ മറ്റു ഭാഗങ്ങളോട് യോജിപ്പുള്ളതല്ല. കുറ്റിപ്പുറം മഹമൂലിയർ പറയാണ്, ചെറിസാദ് പറയാണ്, ചെറിസാന തിരങ്ങാടി മൗലിയർ, അവരൊക്കെ ഇതിൽ പഠിച്ചവരാണ്. ഇനി എന്റെ അവസ്ഥ പറയട്ടെ, ഞാൻ ഇതിന്റെ നുസ്ഖകൾ പരിശോധിച്ചിട്ടുണ്ട്. കയ്യെഴുത്ത് നുസ്ഖയിൽ സ്വലാത്തു തസ്ലീം എന്ന ഇല്ല. ഷുജായി തങ്ങളുടെ മങ്കൂസ് മൗലിദിന്റെ പരിഭാഷയിൽ സ്വലാത്തു തസ്ലീം ഇല്ല. പിന്നെ പങ്ങണ വീട്ടിൽ ഇബ്രാഹിം കുട്ടിയിലേര് മഖ്ദൂമാരെ മക്കളല്ലേ, അവരെ മങ്കൂസ് മൗലിദിന്റെ തർജുമയിൽ സ്വലാത്തു തസ്ലീം ഇല്ല. പിന്നെ ഉണ്ട് എവിടുന്ന് കിട്ടി? CHന്റെ അടിയിൽ എല്ലാത്തിനും സ്വലാത്തു തസ്ലീം എഴുതി കൊടുക്കണ സ്വഭാവം കണ്ടിട്ടാണോ തീരുമാനിക്കല്? എന്നിട്ട് കടന്നു കയറിയിട്ട് ഉണ്ട് ഇല്ല എന്ന് സംശയം പറയാതെ ഉണ്ട് എന്ന് ഉറപ്പിക്കാ ചിലവര്. സുബ്ഹാനല്ലാഹ്, എത്രത്തോളം എന്നാൽ
ഈ മങ്കൂസ് മൗലിദിന്റെ പരിഭാഷയായ ആധികാരിക പരിഭാഷയായ കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ കുത്തുബിയത്തിന്റെ മുസന്നിഫ്, കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ കുത്തുബിയത്തിന്റെ ബെയ്ത്തിന്റെ അല്ല, കുത്തുബിയത്തിന്റെ മുസന്നിഫ്. കുത്തുബിയത്തിന് ബെയ്ത്ത് മാത്രമല്ലല്ലോ. നമ്മള് അറബി മലയാളത്തിൽ അല്പം മഹത്വം പറഞ്ഞ് പിന്നെ ബിസ്മി ഇലാ ഹദ്റത്തി മുതൽക്ക് തുടങ്ങി പിന്നെ ബെയ്ത്ത് വരെയുള്ള ഫാത്തിഹകളും ദുആകളും പിന്നെ അതിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടതാണ് സദഖത്തുല്ലാഹിൽ ഖാഹിരിയുടെ ബെയ്ത്ത്. ആ ബെയ്ത്ത് കഴിഞ്ഞ് പിന്നെയുള്ള ദുആയും മറ്റുമുള്ള ഒന്നായിട്ടുള്ള ആ മജ്മൂഅ്, ആ മൊത്തത്തിലുള്ള അതാണ് കുത്തുബിയത്ത് എന്ന് നേർച്ചാക്കിയാൽ ചെയ്യേണ്ടത്. ആ ബെയ്ത്തില്ല മതിയാവില്ല. ആ കുത്തുബിയത്ത് എന്ന് മലബാറിൽ പറയപ്പെടുന്ന കുത്തുബിയത്ത്, ആ കുത്തുബിയത്ത് എൻ്റെ മുസന്നിഫ് കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം കുട്ടി മുസ്ലിയാരാണ്. അറബി മലയാളത്തിലും അറബി മലയാളത്തിലുമായി 50ഓളം കിതാബുകൾ രചിച്ച ആ വലിയ പണ്ഡിതൻ, സുഹാൽ ബെയ്ത്തിന്റെ വിശാലമായ ഹാഷ്യ എഴുതിയ പണ്ഡിതൻ, എൻ്റെ കയ്യിലുണ്ടതൊക്കെ. ആ മഹാപണ്ഡിതന്റെ ഈ തർജുമത്തിൽ മങ്കൂസ്, മങ്കൂസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, മങ്കൂസ് എന്നല്ല, കാഫാണ് പറഞ്ഞത്, ഖാഫല്ല. ആ മൗലിദിന്റെ തർജുമയില് ജവാബില്ല. എന്നിട്ട് ഒരാള് പിന്നെ വൈലത്തൂർ ഉസ്താദിനെ കുതിര കയറിയതിന് ശേഷം വൈലത്തൂർ ഉസ്താദിനെ അടിച്ചു താഴ്ത്തി തെറ്റ് ചെയ്തു, മാപ്പ് കൊടുക്കട്ടെ, അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അയാൾ എഴുതുകയാണ്, എല്ലാ നുസ്ഖകളിലും സ്വലാത്തും തസ്ലീം ഉണ്ട്. എത്രത്തോളം പൊന്നാനി മഖ്ദൂം തങ്ങളുടെ പേരമോനായ ഇബ്രാഹിം കുട്ടി മുസ്ലിയാരുടെ തർജുമയിലും സ്വലാത്തും തസ്ലീം എന്ന ജവാബ് കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇത്ര പച്ച കള്ളം അങ്ങനെയൊന്നും ഒരു സംഭവമില്ല. സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിത്തറയാണ് സത്യം പറയുക എന്നുള്ളത്. അതിന്റെ എതിരാണ് കള്ളം പറയുക എന്നുള്ളത്. ജീലാനി തങ്ങളുടെ ജീവിതത്തിന്റെ തുടക്കം തന്നെ സിദ്ഖം എടുക്കപ്പെട്ടു എന്നാണ് ചരിത്ര കിതാബുകളിൽ കാണുക. ഇന്ന് ഖത്തീബ് ഉസ്താദിന്റെ പ്രസംഗത്തിൽ നമ്മൾ കേട്ടില്ലേ, സത്യം പറയുക. എന്തൊരു വിഷയമായിരുന്നാലും കയ്പുള്ള വിഷയമായിരുന്നാലും സത്യം പറഞ്ഞാൽ വിജയിക്കും. അള്ളാഹുവിന്റെ ബർക്കത്താണത്. എന്താണ് പറയുന്നത്? ഇബ്രാഹിം കുട്ടി മുസ്ലിയാരുടെ മങ്കൂസ് മൗലിദിന്റെ പരിഭാഷയിൽ പോലും, അഥവാ മഖ്ദൂമിന്റെ പേരമോനായ, അത് വലിയപ്പന്റെ കിതാബിനെ പറ്റി പറയേണ്ടത്, പേരമോൻ പറയുമ്പോൾ ആധികാരികൾ ഉണ്ടല്ലോ. മഖ്ദൂമിന്റെ പേരമോനായ ഇബ്രാഹിം കുട്ടി മുസ്ലിയാരുടെ പരിഭാഷയിൽ വരെ സ്വലാത്തും തസ്ലീം എന്ന ജവാബ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇദ്ദേഹം പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, എവിടെ മോനെ ആ കിതാബ്? അദ്ദേഹം പറഞ്ഞ വാക്ക് എവിടെ? അല്ല, അദ്ദേഹം പറഞ്ഞ വാക്കോടെ അല്ല, ഇത് ഈ സമൂഹത്തിന്റെ മുന്നിലേക്കാണല്ലോ കടത്തിവിടുന്നത്. അതുപോട്ടെ, മങ്കൂസ് മൗലിദിലുള്ള അയാസ്വനമലീദിനെ പറ്റി എന്ന 4 വരി ബൈത്തിനെ കുറിച്ച് വൈലത്തൂർ ബാമുസ്ലിയാർ തന്റെ ഇഹ്തിദാദുൻ നുസൂസ് അലാ ഖിറാഅത്തിൽ മങ്കൂസ് എന്ന മങ്കൂസ് മൗലിദിന്റെ വ്യാഖ്യാനത്തിൽ ഇന്ന ഹാദിൽ അബിയാത്തി ലൈസത്ത് മിൻ അബിയാത്തി മൗലിദ് ഷരീഫ് എന്ന് പറഞ്ഞത് എന്ന ബൈത്തുകൾ, ഈ ബൈത്തുകൾ മൗലിദിൽ പെട്ടതല്ല എന്ന് പറയുന്നു. അദ്ദേഹം പറഞ്ഞത് ശരിയാണോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ മൗലിദിന്റെ രചയിതാവിൻ്റെതിൽ പെട്ടതല്ല എന്നാണ് പറയുന്നത്, അല്ലാതെ മൗലിദിൽ പെട്ടതല്ല എന്ന് പറഞ്ഞിട്ടില്ല. പറയുന്ന വാക്കിന്റെ അർത്ഥം പറയണം. പിന്നെ അടുത്ത വാക്ക് വായിക്കാതെ ലാ ഇലാഹ എന്ന് പറയുമ്പോൾ കാഫിറായി എന്ന് പറയരുത്. ഇല്ലല്ലാഹ് എന്നുള്ളതും കൂടി കൂട്ടി വായിക്കണം മൗലവി. ശരിയല്ല എന്നിട്ട് പറയാം, ബാവുലിയർ പറഞ്ഞ് ശരിയാണോ? ഉത്തരം ശരിയല്ല, അത് അദ്ദേഹത്തിൽ നിന്ന് സംഭവിച്ച അബദ്ധമാണ്.
എന്ത് അബദ്ധം, ഞാൻ ബാക്കി മറുപടി ഇവിടെ പറയുന്നില്ല. കാരണം പ്രസ്തുത 4 വരികൾ മങ്കൂസ് മൗലിദിന്റെ രചിതാവ് മൗലിദിൽ ചേർക്കലോടെ കൂടി അത് മൗലിദിന്റെ ഭാഗമായി മാറി. അത് ഉറപ്പല്ലേ? മുശ്രിക്കുകൾ ബിംബങ്ങളെ പ്രബോധനാണോ ചെയ്യുന്നത്? ആ സംബോധനം ചെയ്തു ഖുർആൻ ഉദ്ധരിക്കലോട് ചെയ്തത് ഖുർആൻ ഉദ്ധരിക്കലോട് കൂടി അത് വിശുദ്ധ ഖുർആനിന്റെ ഭാഗമായി മാറിയല്ലോ. അതൊക്കെ ശരിയാണ്. അത് ഖുർആനിൽ പെട്ടതല്ലെന്ന് പറയുന്നതല്ലല്ലോ, പറയാവതല്ലോ. മൗലിദിനെ പ്രസ്തുത 4 വരികളിൽ മൗലിദിൽ പെട്ടതല്ലെന്ന വാദം അപകടം പിണഞ്ഞതാണ്, നിറഞ്ഞതാണ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. എങ്ങനെയുണ്ട്? എന്താണ് ഇപ്പൊ ഈ പറഞ്ഞത്? വൈലത്തൂർ ഉസ്താദ് മൗലിദിന്റെ ബൈത്തിനെ നിഷേധിച്ച് അടുത്ത വരികയാണ്. അതാണ് നോക്കണ്ടത്. കൊങ്ങണംകുട്ടി ഇബ്രാഹിംകുട്ടിയിലെ മങ്കൂസ് മൗലിദിലെ ഇബ്രാഹിംകുട്ടിയിലെ പറഞ്ഞത് ജവാബ് ചെയ്യണോ, ചെല്ലണോ? ഇതാണ് ചോദ്യം. അതിന് ഒരാള് മറ്റൊരാളോട് തുടർന്ന് പറഞ്ഞ മറുപടിയാണ്. ജവാബ് ചെല്ലുകയാണ് വേണ്ടത്. അതാണ് നല്ലത്, നല്ല രീതി. കാരണം കാണപ്പെട്ട മൗലിദുകളുടെ എല്ലാ പതിപ്പിലും സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പൗത്രൻ ഇബ്രാഹിം മഖ്ദൂം മങ്കൂസ് മൗലിദിൽ എഴുതിയ അറബി മലയാള പരിഭാഷയിലും സ്വലാത്തു തസ്ലീം എന്ന ജവാബുണ്ട്. ഇനി അറബി മലയാള പരിഭാഷ എടുത്തു നോക്കി നമ്മള്. ഇതാണ് അറബി മലയാള പരിഭാഷ. നോക്ക് നിങ്ങള്. യസ്ലാ ബിന്നാർ അയാസ്വാനമൽ എഴുതി അതിന്റെ അടി സ്വലാത്തു തസ്ലീം ഉണ്ടോ? ഇതാ കിതാബാണ്. സ്വലാത്തു തസ്ലീം ഉണ്ട്, ഈ പരിഭാഷയിൽ ഉണ്ട് എന്ന് കള്ളത്തരം പറയാണ്. ഇതിലില്ല. ഇതിലുള്ളത് എന്താ? ഇല്ല, ഉണ്ട് എന്ന് അതിൽ എഴുതിക്കാം. അങ്ങനെ വായിച്ചാ മോനെ. എന്തൊരു കള്ളത്തരാണ് ചെയ്യുന്നത്. ഈ കാലത്താണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. ജവാബ് ചൊല്ലുകയാണ് വേണ്ടത്. അതാണ് നല്ല രീതി. എല്ലാ പതിപ്പിലും അല്ല. ഞാൻ കണ്ട കുറെ പതിപ്പുണ്ട്, അതിലൊന്നും ഇല്ല. വെറുതെ പറയാണ്. സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പൗത്രന് ഇബ്രാഹിം മഖ്ദൂം തങ്ങൾ എഴുതിയ മങ്കൂസ് മൗലിദിനെ എഴുതിയ അറബി മലയാള പരിഭാഷ എന്റെ കയ്യിലുള്ള ഇത് പരിഭാഷയിലും സ്വലാത്തു തസ്ലീം എന്ന ജവാബുണ്ട്. ഇല്ല, ഇല്ല, ഇല്ല. ഞാൻ വായിച്ചിരുന്നല്ലോ. എഴുതി ഇങ്ങനെയാണ് ഇതിലുള്ളത്. സ്വലാത്തു തസ്ലീം ഇല്ല. അപ്പൊ ഇയാൾക്ക് അപകടം പറ്റിയത് എവിടെയാണെന്നറിയോ? ഇതിൽ ഒരു വാക്കുണ്ട്, അതിൽ പെട്ടതാണ് പാവം. വൈലത്തൂർ ഉസ്താദിനെ തെറ്റിലാക്കിയിട്ട് വലിയ അബദ്ധം. കിതാബ് നോക്കണം, കിതാബ് നോക്കി പഠിക്കണം. കിതാബ് എന്താണ് പറയുന്നതിന് ഇബാറത്തിന് ഹല്ല് ചെയ്യാൻ പഠിക്കണം. ഞാനൊരു ഹല്ലുകാരനായതുകൊണ്ട് പറയല്ല. പക്ഷേ നിങ്ങളെ ഹല്ലല്ല, നമ്മളെ ഹല്ല് കേട്ടിട്ടുണ്ട്. നമ്മളൊരു ഹല്ലിന് കഴിവുള്ള ആളുകൊണ്ട് പറയാനില്ല. എന്താ പറയുന്ന അറിയോ? ഇതില് ജവാബുണ്ട് എന്ന് പറയാൻ കാരണം തെറ്റിദ്ധരിച്ചതാണ്. എന്നാൽ ബുദ്ധിനോട് അഥവാ ഈ ബിംബത്തോട് അവർ നേരിട്ട് പറഞ്ഞതായ ബെയ്ത്തുകളും, ആ ബെയ്ത്താണ് കുറച്ചുള്ളത്, ബെയ്ത്തുകളും ജവാബുകളും കാണിക്കുന്നു, ജവാബുകളെയും കാണിക്കുന്നു ഇതിലുണ്ട്. അപ്പൊ ജവാബ് കാണിക്കുന്നു പറഞ്ഞപ്പോ ഇയാള് മനസ്സിലാക്കി സ്വലാത്തു തസ്ലീം എന്ന ജവാബാണെന്ന് മനസ്സിലാക്കി. അതല്ല യഥാർത്ഥത്തിൽ എന്റെ ഹബീബെ, കുഞ്ഞു മോനെ, അതല്ല. മറിച്ച് ജവാബ് എന്ന് പറഞ്ഞാൽ തറദ്ദാലി മൗലൂദിൻ എന്ന ഈ ബിംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ മറുപടി എന്ന അർത്ഥത്തിനാണ്.
തറദ്ദാലി മൗലിദ് ബിംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ വരികളാണ്. അത് മറുപടിയാണ്. ആ മറുപടിയും കാണിക്കുന്നു എന്നാണുള്ളത്. ഈ ബൈത്തിൽ രണ്ടുണ്ട്. അഥവാ ബുദ്ധനോട് ചൊല്ലിയ ഉസ്മാൻ വരീസ് ചൊല്ലിയ വരികളും ഈ ബൈത്തിലുണ്ട്. അതിനോ ആ ബിംബത്തിന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചു ചൊല്ലിയ വരികളും തിരിച്ചു ചൊല്ലലിനും ജവാബ് എന്ന് പറയും, കസമിന്റെ ജവാബ് എന്ന് പറയും, ഷർത്തിന്റെ ജവാബ് എന്ന് പറയും, മൗലിദിന്റെ ജവാബ് എന്ന് പറയും. പല ജവാബുണ്ട്. ചോദ്യത്തിന്റെ ജവാബ് എന്ന് പറയും, പല ജവാബുണ്ട്. ഇത് ജവാബ് എന്ന് പറയുമ്പോൾ സലാത്തു തസ്ലീമ എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. നമ്മുടെ കസമിന്റെ ജവാബ് സലാത്തു തസ്ലീമ, കസമിന്റെ ജവാബ് തന്നെ അതാ, ഷർത്തിന്റെ ജവാബ് പറഞ്ഞ അതാ, ചോദ്യത്തിന്റെ ജവാബ് പറഞ്ഞ സലാത്തു തസ്ലീം എന്നാ. അപ്പൊ ആ മറുപടിയും ജവാബും ഇതിലുണ്ട്. ഈ ബൈത്തിൽ രണ്ടുണ്ട്. ബിംബം ചൊല്ലിയ ബിംബത്തിന്റെ ഭാഗത്ത് നിന്ന് കേട്ട ശബ്ദത്തിലുണ്ടായ മറുപടി എന്ന അർത്ഥത്തിലുള്ള ജവാബാണ് ഇവിടെ. ഇതിൽ പെട്ടതാണ് ഈ പാവം. എല്ലാത്തിലും പെടുന്ന കൂട്ടത്തിൽ ഇതിലും ആ പാവം പെട്ടത് എന്തൊക്കെയാണെന്നുള്ള ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. ഹബീബെ, കുഞ്ഞു മോനെ, പൈതലെ വെറുതെ വൈലത്തൂർ ഉസ്താദിന്റെ തലയിൽ കയറാൻ നിൽക്കണ്ട. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തെങ്കിലും പറയണേ, കിതാബിലുള്ളത് പറഞ്ഞാൽ പോലെ. കൊങ്ങണംപേട്ടിൽ ഇബ്രാഹിം കുട്ടി മുസ്ലിയാരുടെ തർജ്ജമയിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ഇല്ല, ഉണ്ടെന്ന് തെളിയിക്കണം. ഷിജായി മൊയ്തീൻ കുട്ടി മുസ്ലിയാരുടെ മകന്റെ പരിഭാഷയിൽ ഇല്ല. എന്റെ കയ്യിൽ രണ്ടുണ്ട്. കയ്യെഴുത്ത് കോപ്പി മങ്കൂസ് മൊയ്ലദിൽ ഇല്ല, എന്റെ കയ്യിലുണ്ട്. പിന്നെ ഇല്ല എന്ന് നീ ഉണ്ട് എന്നുള്ളതാണ് സ്ഥിരപ്പെടുത്തുന്നത്. CH മുഹമ്മദ് എന്തൊക്കെ അടിച്ചതിന് കണക്കും കയ്യുണ്ട്. എല്ലാത്തിനും സലാത്തു തസ്ലീം ഒന്നായിട്ട് അടിച്ചിലാണ്. അതൊരു എഴുത്തുകാരനുണ്ടായി കൂറക്കാത്തീബ്. അതിനാണ് കൂറക്കാത്തീബ് പറഞ്ഞിട്ടൊരു കാത്തീബുണ്ട്. ഒരാളെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോ അളിന്തോ എണ്ണക്കടി എന്തോ തിന്നാലോ. അപ്പൊ ആ ദീക്ക് കൊയിഞ്ഞാടി മുത്താവുക്കല്ല പുസ്തകത്തിൽ കൊയിഞ്ഞാടിയപ്പോ അയാൾ അറിഞ്ഞില്ല. അയാളത് അങ്ങനെ പൂട്ടാൻ നിൽക്കണ നേരത്തെ ഒരു കൂറ വന്ന് ഇത് ഈ എണ്ണക്കടി കടിച്ചാൻ വേണ്ടി. അപ്പൊ കൂറ വെച്ചാണ്ട് ഇതാണ് പൂട്ടി വെച്ച്. ഈ ഡിക്ഷണറിയുടെ വണ്ണം കൊണ്ട് കൂറ അതിന്റെ അടി കിടന്ന് ചത്ത്. നേരം കൊടുത്തപ്പോ കൂറ എത്തിക്കണം. കൂറുണ്ട്. ഈ കൂറനെ തട്ടി വാക്കിയുമ്പോഴും കൂറിന്റെ ആ നീരുകളൊക്കെ വെച്ച് ഒരു കൂറന്റെ രൂപം വന്ന അവിടെ ഒരു രൂപം ഉണ്ടായി. അങ്ങനെ ഏതായിരുന്നാലും ആ പുസ്തകം ഒന്ന് രണ്ടാമത് പകർക്കാൻ വേണ്ടി ഒരാളെയൊക്കെ കൊണ്ടേ കൊടുത്തു. അയാൾ കൂറന്റെ ചിത്രം അടക്കം പകർത്തി. ഇത് കൂറനെ പറ്റി പറഞ്ഞ ബാബാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതാണ് കൂറക്കാത്തീബ്. ചുരുക്കത്തിൽ ആ ജവാബ് ചെല്ലൽ തെറ്റുള്ളതല്ല, ജവാബ് നുസ്ഖയിൽ ഇല്ലാത്തതാകുന്നു. ചില നുസ്ഖകൾ അത് CHന്റെയും മറ്റു നുസ്ഖകളാകുന്നു. അത് അവലംബമാക്കാൻ പറ്റിയതല്ല. ഇനി ചെല്ലിയതുകൊണ്ട് തകരാറുമില്ല. വൈലത്തൂർ ഉസ്താദിന്റെ തലമ കയറൽ നിർത്തൽ നല്ലതാണ്. ആലിമീങ്ങളെ തലമ കയറിയാല് ജീവുള്ള മക്കളുണ്ടാവും ഇവിടെ. അല്ലാഹു എന്നും വലിയവൻ തന്നെ. അപ്പൊ എന്താ പറഞ്ഞത്? ഖത്തീബ് ഉസ്താദ് ഇവിടെ എത്തുമ്പോൾ നമ്മളെ ഖത്തീബ് ഉസ്താദ് നല്ലൊരു സ്വഭാവം. എസ്ലാ ബിന്നാർ അല്ലെങ്കിൽ എസ്ലി ബിന്നാർ, എസ്ലാ ബിന്നാർ സലാത്തു മുത്തസ്ലിം ചെല്ലണം. പിന്നെ അയാസ്വാനമല്ല എഴുതി എന്നാണ് തുടങ്ങണാണ്. ആളുകൾ ജവാബ് ചെല്ലരുത് എന്നുള്ള, അതാണ് അതിന്റെ സത്യം. പേരോട് ഉസ്താദിന്റെ പ്രസംഗത്തിൽ കാണാൻ സ്വലാത്ത് യോജിപ്പില്ല എന്ന്. എന്നിട്ട് ആ മനുഷ്യനെ ഇട്ടിട്ട് കൊട്ടിയും കൊയ്യും പറയിപ്പിക്കുകയും ഓരോരുത്തർ പഠിക്കാതെ ഒന്ന് പഠിക്കരുത് പറയരുത്. ഉസ്താദ് പറഞ്ഞിട്ട് പേരോട് ഉസ്താദ് പറഞ്ഞു സ്വലാത്തു മുത്തസ്ലിം യോജിപ്പില്ല എന്നാണ്. അതേപോലെ തന്നെയാണ് ആലിമീങ്ങൾ. ഞാൻ പറഞ്ഞ വലിയ വലിയ ആലിമീങ്ങളാണ് ഞാൻ പറഞ്ഞത്, ചെറിയവരൊന്നുമല്ല. അവരോരോരുത്തരെ പറ്റി എനിക്ക് കുറെ പറയാനുണ്ട്, മണിക്കൂറുകൾ പറയാനുണ്ട്. ഞാൻ അതിലേക്ക് കടക്കാൻ പറ്റാത്ത ടൈം ആയതുകൊണ്ടാണ്. ഏതായിരുന്നാലും ദേവന്മാരെ മുമ്പിൽ നിന്ന് ഉത്സവ ദിവസത്തിൽ വീണ് കിടക്കുന്ന ദേവന്റെ മുന്നിൽ നിന്ന് ഉസ്മാൻ വൈരിസി എന്ന മനുഷ്യൻ പാടുകയാണ്. അയാ സ്വനമൽ ഒഴീതി, ഉത്സവത്തിലുള്ള ബിംബമേ, ഉത്സവത്തിൽ ആദരിക്കപ്പെടുന്ന ബിംബമേ, അല്ലദീ സഫഹ ഹൗലഹു, ചുറ്റുഭാഗത്തും
സ്വനാദീദ് സിന്ദീദുകൾ, സിന്ദീദ് സനാദീദ്, ഹിൽത്തീത്ത് ഹലാത്തീത്ത്, അങ്ങനെ സിന്ദീദ് സനാദീദ്, ഖിന്ദീല് ഖനാദീല്, അങ്ങനെ സിന്ദീദിന്റെ ജമ്മാണ് സ്വനാദീദ്. സ്വനാദീദ് നേതാക്കന്മാർ, ധീരന്മാർ, നേതാക്കന്മാർ വന്നുകൂടിയ ബിംബമേ, നേതാക്കന്മാരെല്ലാം ചുറ്റുഭാഗത്തും വന്നിരിക്കുന്ന ബിംബമേ. സനാദീദ് മിൻ വഫ്ദിൻ ബഈദിൻ, ദൂരമായ ജനതയിൽ നിന്ന്, നിവേദക സംഘങ്ങളിൽ നിന്ന് വന്നുകൂടി എല്ലാവരും ഉത്സവത്തിന് വേണ്ടി വന്നിരിക്കുന്നു നിന്റെ മുന്നിൽ. വമിൻ കുർബി, അടുത്ത നാടുകളിൽ നിന്നും ദൂര നാടുകളിൽ നിന്നും വലിയ വലിയ നേതാക്കന്മാർ വന്നണഞ്ഞ നേരത്താണോ ഇത് വീഴണത്? അങ്ങനെ ഒരു വലിയ വിഷയമല്ലേ? നമ്മളെ പെരയിലൊരു സൽക്കാരുള്ളപ്പോൾ വല്യമ്മ തലറ്റ് വീണാല് ഒരു വലിയൊരു വിഷയമല്ലേ? എല്ലാവരും കൂടി വല്യമ്മാനെ കാണാൻ വന്നു. അപ്പോൾ കാണാൻ വന്ന് നോക്കുമ്പോൾ വല്യമ്മ തലറ്റ് വീണു. അതൊരു വിഷയമല്ലേ എന്ന് പറഞ്ഞ മാതിരി ഈ ദേവനെ തേടിയാണ് രണ്ട് ഭാഗത്തുനിന്നും ആൾക്കാർ, നാല് ഭാഗത്തുനിന്നും ദൂരത്തുനിന്നും അടുത്തുനിന്നും വന്നത്. അപ്പൊ ഇജ്ജ് വീണാലെങ്ങനെ? വീഴുകയാണെങ്കിൽ ഒറ്റക്കൊക്കെ വീഴാന്നല്ലാണ്ട് തനക്കസ്ത, നീ തലകീയായി വീണി, നീ തല കുത്തനെ ആയിരിക്കുന്നു. തനക്കസ എന്നതാണ് തലകുത്തനെ. മക്ലൂബൻ, മരിക്കപ്പെട്ടവനായിട്ട്. ഫമാദാക്ക, എന്താ എനിക്ക് പറ്റിയത്? കുല്ലന, പറഞ്ഞിതാ. ഫമിൻ ഹുസീനിന, ഞങ്ങളുടെ ദുഃഖത്താൽ ഖദ്ദറത്തിൽ അയീറു, അഥവാ പിന്നെ സംഘം, നമ്മളെ സംഘം, നമ്മളെ യാത്ര സംഘങ്ങൾ ഒലിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒലിച്ചിരിക്കുന്നു. ബിസ്സുഹബി, കണ്ണുനീരിനെ ഒലിപ്പിച്ചിരിക്കുന്നു. കാർമേഘ തുല്യമായ, സഹാബിനോട് തുല്യമായ കണ്ണുനീരിനെ ഒലിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പൊ പറയുന്നത്. ഇവിടെ ഖദ്ദറത്തിൽ എഴീറു എന്നാണ് കാണുന്നത്. നുസ്ഖകളിലൊക്കെ കാണുന്നത് തെറ്റില്ല. ഈറിന് ജമാഅത്തുൽ മുസാഫിരീൻ എന്നൊക്കെ മയനുണ്ട്, കാഫിലത്തുൽ ഹമീർ എന്നൊക്കെ മയനുണ്ട്. പക്ഷേ കുറ്റിപ്പുറ ഉസ്താദിന്റെ മൗലിദിൽ ഉസ്താദ് പറയുന്നത് ഖദ്ദറത്തിൽ ഐനു എന്നാകാനാണ് സാധ്യത എന്നാണ്. അല്ലാഹു അഅലം. ഖദ്ദറത്തിൽ ഐനു, കണ്ണ് ഒലിപ്പിച്ചിരിക്കുന്നു. ബിസ്സുബി, കണ്ണുനീരിനെ. അങ്ങനെയാണ് കുറ്റിപ്പുറ ഉസ്താദ് പറഞ്ഞത്. അങ്ങനെ ആകാനാണ് ലാല സവാബ എന്ന് പറഞ്ഞിട്ട് ഉപരി പറയുന്നത്. ലാല സവാബ എന്ന ലാല ലൗലാന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ കുട്ടിയാണ് കാലത്ത് ഓതിയതാണ്. മൂപ്പരുടെ നുസ്ഖയിൽ മുമ്പര് എഴുതി വെച്ചിക്കാണ്. ഇവിടെ ഖദ്ദറത്തിൽ ഐനു, കണ്ണൊലിപ്പിച്ചിരിക്കുന്നു. ബിസ്സുഹബി, എന്തിനെ? കണ്ണുനീരിനെ. അന്ന് ഖദ്ദറത്തിൽ ഐറു എന്നും തകരാറൊന്നുമില്ല. ഖുർആനിൽ അങ്ങനെ പ്രയോഗം ഉണ്ടല്ലോ. വേറെ ഇതിലേറെ മുനാസബത്തുള്ള സ്ഥലത്താണ് ആ പ്രയോഗം ഉള്ളത്. വൈലത്തൂർ ഉസ്താദ് പറയും, ഞാൻ ആദ്യം നോക്കിയില്ല. കുറ്റിപ്പുറ ഉസ്താദ് അങ്ങനെ പറഞ്ഞതായിട്ട് കണ്ടിട്ടുണ്ട്. വഫീ നുസ്ഖത്തിൻ ബദലൽ ഐരി അൽ ഐനു വഹുവ ളാഹിറു. ഇബ്രാഹിംകുട്ടിയിലെ ഒരു ബാബ പറയും, ഐറിന്റെ സ്ഥാനത്ത് ഐന് എന്ന് കാണുന്നുണ്ട്. അത് വ്യക്തം തന്നെ, മറ്റേതേക്കാൾ വ്യക്തമായ നുസ്ഖയാണ്. ഏതായാലും രണ്ടും ശരിയാണ്. ഫൈൻ കുന്ത, നീ ഇങ്ങനെ തലകുത്തി വീണത് മിൻ ദംബിൻ അതൈന, ഞങ്ങൾ ചെയ്ത കുറ്റം കാരണത്താലാണെങ്കിൽ, ഫൈന്നനാ നബൂ ബിഖറാരിൻ, ഞങ്ങൾ തെറ്റ് ചെയ്തവരാണ്, തൗബ ചെയ്യുന്നു. അനിദംബി, തെറ്റിനെ തൊട്ട് തൗബ ചെയ്യുന്നു ഞങ്ങൾ. വൈൻ കുന്ത മഗ്ലൂബനി, തോറ്റു വീണതാണെങ്കിൽ, നുക്കിസ്ത സ്വാഗിറ, നിന്യനായ നിലക്ക് നീ തലകിയായി തള്ളപ്പെട്ടവനാണെങ്കിൽ, ഫമാന്ത ഫിൽ ഔസാനി, നീ ബിംബങ്ങളെ കൂട്ടത്തിലല്ല. സയ്യിദി, നേതാവല്ല. റബ്ബി, എല്ലാം പോറ്റുന്ന നേതാവ്, ഏറ്റവും വലിയ നേതാവ് എന്നെ പറ്റി പറഞ്ഞ ആളല്ല നീ. ഈ ആള് പോക്കാണ്. ഈ വെറുതെ വീണതാണെങ്കിൽ, ഒന്നിനും കൊള്ളാത്തവനാണെങ്കിൽ, താഴ്മയിൽ ആരും എന്നെ തള്ളിയിട്ടതാണെങ്കിൽ, നീ ദേവനല്ല. നീ ദേവനാണെങ്കിൽ ഇങ്ങനെ വീഴാൻ പാടില്ല. അതല്ല, ഞങ്ങൾ ചെയ്ത തെറ്റിനാൽ നീ വീണതാണെങ്കിൽ സങ്കടപ്പെട്ടു വീഴാൻ സാധ്യതയുണ്ടല്ലോ ദൈവം. അങ്ങനെ വീണതാണെങ്കിൽ ഞങ്ങൾ തൗബ ചെയ്ത് മടങ്ങുകയാണ്. ഇനി ആ ബാക്കിയുള്ള ബൈത്ത് ഒരിക്കലും ഉസ്മാൻ വരിച്ച് പാടിയതല്ല. ആ ചില മൗലിദുകളിലുണ്ട് സമയവും. അപ്പോൾ അവർ കേട്ടു, അവിടുന്ന് ചൊല്ലിയതായി ആ ബിംബത്തിന്റെ ഭാഗത്തുനിന്ന് ചില വരികൾ ചൊല്ലിയ 3-4 വരികളാണ്. ആ കുഞ്ഞ് അങ്ങനെ വീഴാനുള്ള കാരണം ഒരു കുഞ്ഞിന്റെ ജന്മമാണ്. ആ കുഞ്ഞിനെ കൊണ്ട് ലോകമാകെ പ്രകാശിച്ചിരിക്കുന്നു. അത് മുഹമ്മദ് നബിയുടെ ജന്മം കാരണത്താലാണ്. അതുകൊണ്ട് സത്യത്തിലേക്ക് തിരിച്ചു വരിക എന്ന ഒരു അശരീരി ബിംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടുണ്ടായ മറുപടി ആ ജവാബ് ഇതിലുണ്ട്. അതും കൂട്ടിക്കൊണ്ടാണ് കാല ഉസ്മാൻ
വൈരിസി എന്ന് പറഞ്ഞത് മഖൂലിൽ രണ്ടാളുടെ കൗലുണ്ട് എന്നറിയിക്കാനാണ് ഇബ്രാഹിം മുസ്ലിയാർ ജവാബോട് കൂടെ എന്ന് പറയാനുള്ള കാരണം. ഇതിൽ ഉസ്മാൻ വൈരിസി പാടിയെന്നാണ്, മുഴുവൻ ഉസ്മാൻ വൈരിസി പാടിയതുപോലെ തോന്നും അങ്ങനെ കേൾക്കുമ്പോൾ. നാം മൗലിദ് ചില മങ്കൂസ് മൗലിദുകളിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, കയ്യെഴുത്തിൽ കണ്ടിട്ടുണ്ട്. ഈ തറദ്ദാലി മൗലൂദിന്റെ മുമ്പ് ഇത് ബിംബത്തിന്റെ ഭാഗത്തിൽ നിന്ന് അവർ കേൾക്കുകയുണ്ടായി എന്നൊരു വരിയും കൂടെ ആ മൗലിദിലൊക്കെ ഉണ്ട്. അതുണ്ടാകുമ്പോൾ ഏറ്റവും എളുപ്പമായി. ഏതായിരുന്നാലും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ബിംബത്തിന്റെ സംസാരമല്ല.